ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രഞ്ചി ആയിട്ടുള്ള അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള ക്രിസ്പി മാക്രോണി റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനായി ആദ്യം നമുക്ക് മാക്രോണി വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് മൂടി വെച്ച് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലോട്ട് മാക്രോണിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാക്രോണി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നെക്സ്റ്റ് അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് ഓയിൽ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ വേവിച്ചെടുത്ത മാക്രോണി ഇതിലോട്ടിട്ട് ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു കളർ മാറി ക്രിസ്പി ആയതിനു ശേഷം നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ മാക്രോണിയൊക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല, 1.5 ടേബിൾ സ്പൂൺ നൂഡിൽസ് മസാല, പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ്. ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള ക്രിസ്പി മാക്രോണി ഇവിടെ റെഡിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.